ഇപ്പോൾ ഈ നടന്ന നാടോടി നൃത്ത വേദിയിൽ തിളങ്ങിയ താരങ്ങളാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം, എന്താണ് പേര്? ഹരികേശസ് ഏത് സ്കൂളാണ്? GHSS ചെറുതുരുത്തി, സ്ഥലം? തൃശ്ശൂർ ഡിസ്ട്രിക്ട്. തൃശ്ശൂർ. എന്താണ് പേര്? നന്ദഗോപൻ, GHSS കാക്കാട്, ആലപ്പുഴ. ആലപ്പുഴ. മഹാദേവ്, GHSS അടൂർ, പത്തനംതിട്ട. പത്തനംതിട്ട. മുഹമ്മദ് സഹൽ, സേക്രഡ് ആർട്സ് തേവര, എറണാകുളം. എറണാകുളം. എന്താണ് പേരെന്താണ്? റിസ്വാൻ സജാദ്, KTCT കടുവപ്പള്ളി, തിരുവനന്തപുരം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു മത്സരങ്ങളൊക്കെ നോക്കുന്നത്? നിങ്ങൾ എല്ലാ A ഗ്രേഡ് കരസ്ഥമാക്കിയ മിടുക്കന്മാരാണ്. എങ്ങനെയുണ്ടായിരുന്നു മത്സരങ്ങളുണ്ടായിരുന്നു? ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. ഇനി ഇതിൽ വിജയിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എത്ര വർഷമായി ഈ നാടോടി നൃത്തം? ഞാനൊരു 5 വർഷത്തിനേക്കാളും മുകളിലായിട്ടുണ്ടാവും. എല്ലാ തവണയും കലോത്സവങ്ങൾക്ക് വരാറുണ്ട്. എല്ലാ തവണയും A ഗ്രേഡ് കിട്ടാറുണ്ട്. എല്ലാ തവണയും. അതെ. അപ്പോൾ മിടുക്കനാണ് അതെ. ഈ ഒരു മേഖലയിൽ. ഇതല്ലാതെ വേറെ എന്ത് ഐറ്റം ഉണ്ടായിരുന്നു? കുച്ചിപ്പുടി ഉണ്ടായിരുന്നു, അതിനും A ഗ്രേഡ് ഉണ്ട്. പിന്നെ ഭരതനാട്യം B ഗ്രേഡ് ആയി. ഓക്കെ. അപ്പോൾ 3 ഐറ്റങ്ങൾ പങ്കെടുത്തിട്ട് ഇവിടുന്ന് വിജയിച്ചാണ് പോകുന്നത്. അതെ. അടുത്ത തവണ വീണ്ടും വരുമ്പോൾ ഇതിനേക്കാളും മികച്ച ഇല്ല, അടുത്ത തവണ കലാക്ഷേത്രം പോകണം, ചെന്നൈ. അവിടെ പഠിക്കാൻ, കലയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം. ഓക്കെ. ആരാണ് പഠിപ്പിച്ചാരാണ്? എന്നെ ഫോക്ക് പഠിപ്പിച്ചത് സുനിൽ പാവരട്ടി പറഞ്ഞ എൻ്റെ മാഷ്. സാർ, എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ്റെ? നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ഇത് സെറ്റ് ചെയ്തത് തൃശ്ശൂരത്തെ സുധീഷ് മാഷാണ്. ഷോമിച്ചേട്ടൻ്റെ വരികൾ സുധീഷിൻ്റെയും ഷോമിച്ചേട്ടനാണ് സെറ്റ് ചെയ്തത്. പിന്നെ ആലുവയിലത്തെ ഒരു കുട്ടീൻ്റെ അതിനെ ആസ്പദമാക്കിയിട്ട് ഒരു തീമാണ് നമ്മൾ എടുത്തത്. അത് വളരെ നന്നായി പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു പുതിയ കൺസെപ്റ്റ് കൊടുക്കണമെന്നുള്ള ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു? തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. തീരുമാനിച്ച് ഈ കഥ കേട്ടപ്പോൾ തന്നെ നമ്മൾ അപ്പോൾ തന്നെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതന്നെ നമ്മളിവിടെ എത്തിച്ചു. 4 കുട്ടികളെ കണ്ടിന്യൂ ചെയ്തു. 4 കുട്ടികൾക്ക് A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. എത്ര വർഷമായി ഇവിടെ? 5 വർഷം. 5 വർഷം. മുൻ വർഷങ്ങളിലൊക്കെ എങ്ങനെയാണ് A ഗ്രേഡ് കരസ്ഥമാക്കുന്നത്? ഇല്ല, ഇത് ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമില്ല, സംസ്ഥാനത്തായിരുന്നു. ഓ, അങ്ങനെ. അപ്പോൾ അത്രത്തോളം സന്തോഷമുണ്ട്. ഈ ഒരു വേദി എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു വേദിയാണ്. സംസ്ഥാന കലോത്സവത്തിൻ്റെ വേദി ഇത്രയും വലിയൊരു വേദിയാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ മുന്നിലേക്ക് പെർഫോം ചെയ്തപ്പോൾ എന്ത് തോന്നി? ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ എന്താണ് പുതിയൊരു കാലിക പ്രസക്തിയുള്ള ഏതെങ്കിലും വിഷയങ്ങളാണോ സെലക്ട് ചെയ്തത്? എങ്ങനെയാണ്? അല്ല, ഇതൊരു പഴയ പാക്കനാരുടെ കഥയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അവതരണം? നല്ലായിരുന്നു. ഒരു കോൺഫിഡൻസോട് കൂടി അവതരിപ്പിക്കാൻ പറ്റി? അല്ല, എനിക്ക് പാട്ടൊന്ന് ജസ്റ്റ് ആദ്യമേ സ്റ്റക്കായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ലാതെ പോയി ചെയ്തായിരുന്നു. എന്തായിരുന്നു ഞാൻ നേരത്തെ ചോദിച്ച പോലെ പുതിയ കൺസെപ്റ്റ് എന്തെങ്കിലും ആയിരുന്നു? പുതിയ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറശാല കണ്ണൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ താഴ്ന്ന ജാതിയിലുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി പൊരുതുന്ന ആ ഒരു കൺസെപ്റ്റായിരുന്നു എടുത്തത്. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു, ബെസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. എന്തെങ്കിലും പുതിയ കോൺസെപ്റ്റ് എന്തായിരുന്നു? അല്ല, പണ്ട് പുരാണങ്ങളിൽ നിന്ന് എടുത്തൊരു കഥയാണ്, തക്ഷകൻ എന്നൊക്കെ പറയും. എത്ര വർഷമായി ഇവിടെ? ഞാൻ കഴിഞ്ഞ കൊല്ലം സ്റ്റേറ്റിൽ നാടോടി നൃത്തം കളിച്ചായിരുന്നു, A ഗ്രേഡ് ആയിരുന്നു. പിന്നെ ഈ കൊല്ലം കേരള നടനത്തിന് A ഗ്രേഡ് ഉണ്ട്, ഫോക്കിന് A ഗ്രേഡ് ഉണ്ട്. ഈ 2 മത്സരങ്ങൾക്കായിരുന്നു ഉണ്ടായിരുന്നു? നിങ്ങൾ ഏതെങ്കിലും മത്സരങ്ങൾക്ക് വേറെ മത്സരങ്ങൾക്ക് ഉണ്ടായിരുന്നു? ഭരതനാട്യത്തിനുണ്ടായിരുന്നു, പക്ഷേ ഗ്രേഡ് അങ്ങനെ കിട്ടിയില്ല. അപ്പോൾ ഇതിലാണ് തിളങ്ങാൻ സാധിച്ചത്. കൂടുതൽ കോൺസെൻട്രേഷൻ ഇതിലായിട്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് വന്നതാ കോഴിക്കോട്. അപ്പോൾ അതിനും ഇതുപോലെ ഭരതനാട്യം നാടോടി നൃത്തമായിരുന്നു, പക്ഷേ 2 A ഗ്രേഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വട്ടം ഇവിടെ വന്നപ്പോൾ ഇതിന് കിട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ അവതരിപ്പിച്ചപ്പോൾ എന്ത് തോന്നി? ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കളിയുടെ ഇടയ്ക്ക് വെച്ചായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല കളിച്ചിറങ്ങാൻ പറ്റി. ഇത് ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ഇയർ ആണ്. ഇങ്ങനെ കഴിഞ്ഞ വർഷവും കലോത്സവമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് വേറെ ഐറ്റമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. നാടോടി നൃത്തം ഇങ്ങനെ ക്ലാസിക്കൽ ടൈപ്പ് ഒരു ഡാൻസ് ആദ്യമായിട്ടാണ്. എത്ര വർഷമായി പഠിക്കുന്നത്? എത്ര വർഷമായി? ഇല്ല, ഞാൻ പഠിക്കാൻ പോയിട്ടില്ല. എനിക്ക് ഈ വർഷം ആദ്യം സബ് ജില്ലയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ പഠിച്ച ശിവപ്രിയ എന്നാണ് പേര്, ആ ആളാണ് കറക്ഷൻസ് ഒക്കെ ചെയ്തു തന്നത്. അതിനുശേഷം ജില്ലയ്ക്ക് പ്രാക്ടീസ് ചെയ്തു. ജില്ലയ്ക്ക് സെലക്ഷൻ കിട്ടിയതിന് ശേഷം ചെറുതായിട്ടൊരു ചേട്ടൻ്റെ അടുത്ത് പോയി കറക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് സ്റ്റേറ്റിലോട്ട് വന്നത്. പാഷനുണ്ട്. അതുപോലെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, മത്സരം വളരെ പെട്ടെന്ന് തീർന്നു എന്ന് തോന്നുന്നുണ്ടോ? ഈ വേദി ഒഴിഞ്ഞു പോവുകയാണ്. അതെ, അത് തീർന്നു. ഇനിയിപ്പോ സമാപനമൊക്കെ ആയിരുന്നില്ലേ, അപ്പൊ അതിന് ധൃതി എങ്ങനെ എന്താ പറയുന്നത്, ഈ വേദി പെട്ടെന്ന് ഒഴിഞ്ഞു പോയെന്ന് തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല. മാഷിനെന്ത് തോന്നുന്നു, വേദി പെട്ടെന്ന് മത്സരം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മത്സരം കുറവാണ്. പിന്നെ എന്താ വെച്ചാൽ കോടതിയിൽ നിന്ന് വന്ന കുട്ടികൾക്ക് റിസൾട്ട് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ടും കോടതി കറക്റ്റ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോടതിയെ ആശ്രയിച്ചേ നിവൃത്തിയുള്ളൂ. എല്ലാ ജില്ലകളും ന്യായമായ വിധിയല്ലല്ലോ. ഓട്ട മത്സരമാണെങ്കിൽ ഓടിയെത്തിയവനായിരിക്കും 1ാം സ്ഥാനം. ഇവിടെ 3 വിധികർത്താക്കളിരുന്ന് അവരാണ് വിധി നിർണ്ണയിക്കുന്നത്. അപ്പോൾ അവരുടെ മാനസിക പരിഗണനയ്ക്ക് അനുസരിച്ചിരിക്കും. പിന്നെ എല്ലാ വേദികളും എനിക്ക് തോന്നുന്നു കറക്റ്റ് റിസൾട്ട് എല്ലാ ജില്ലകളിലും നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോടതിയെ ആശ്രയിച്ച് വരണം. ആ കുട്ടികൾക്കാണെങ്കിൽ ഭാഗ്യമില്ല, അവർക്ക് റിസൾട്ട് പറയുകയും ചെയ്യില്ല ഇവിടെ. പിന്നീട് അറിയും. നമ്മളങ്ങനെ വന്നിട്ട് A ഗ്രേഡ് മേടിച്ചിട്ടുണ്ട്, മുന്നേ കയറിയിട്ടുണ്ട്. അതിന് ഒരു പരിഹാരം കണ്ടാൽ വളരെ ഉപകാരമായിരുന്നു. അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട്
അപ്പോൾ ഏതായാലും ഈ മെയിൻ വേദിയിൽ ആശ്രാമേദനത്തെ മെയിൻ വേദിയിൽ മത്സരങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഇനി സമാപന ചടങ്ങിനായുള്ള ഒരുക്കങ്ങളാണ് തുടങ്ങുന്നത്. ഈ ഒരു എൻ്റെ കൂടെ ഒപ്പമുള്ള ഇത്രയും പേർ ഈ ഒരു പ്രതിഭകളാണ്. വളരെ മികച്ച രീതിയിൽ മനോഹരമായ രീതിയിൽ തന്നെയായിരുന്നു ഇവർ വേദിയിൽ നാടോടി നൃത്തം അവതരിപ്പിച്ചത്. ക്യാമറ പേഴ്സൺ അരവിന്ദനൊപ്പം കുഞ്ചുമുരളി, കേരള കൗമുദി.